ഇന്ത്യൻ വ്യോമസേന ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ആക്സിയം 4 ദൗത്യവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ്. 41 വർഷങ്ങൾക്കു ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് പോകുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പലതരത്തിലുള്ള പഠനങ്ങളുടെ ഭാഗമായി പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട്. അടുത്തിടെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസും സംഘവും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തിയത്. ഏകദേശം 608-ലധികം ദിവസമാണ് ഇവർ ബഹിരാകാശത്തിൽ കഴിഞ്ഞത്. ഈ അവസരത്തിൽ ബഹിരാകാശത്തുള്ളവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലുള്ള സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പൂർണ്ണമായ തയ്യാറെടുപ്പുകളോടെയാണ് ബഹിരാകാശ യാത്രികർ ISS-ൽ എത്തുന്നത്. യാത്രയ്ക്ക് മുമ്പ് തന്നെ എല്ലാ തരത്തിലുമുള്ള പ്രഥമ ശുശ്രൂഷ പരിശീലനവും ഇവർ നേടിയിരിക്കും. കൂടാതെ ISS-ൽ ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളും ലഭ്യമാണ്. സാധാരണയായി എല്ലാ ദൗത്യങ്ങളിലും ഒരു ബഹിരാകാശ യാത്രികനെ ഒരു ക്രൂ മെഡിക്കൽ ഓഫീസറായി നാമനിർദ്ദേശം ചെയ്യാറുണ്ട്. അദ്ദേഹത്തിനും പ്രത്യേക പരിശീലനം നൽകാറുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം ഒരു ഡോക്ടർ ആയിരിക്കണമെന്നില്ല. കൂടാതെ വേദന സംഹാരികൾ, ആന്റിബയോട്ടിക്കുകൾ, അലർജിക്കുള്ള മരുന്നുകൾ, പോർട്ടബിൾ അൾട്രാസൗണ്ട് ഉപകരണം, ഡിഫിബ്രിലേറ്റർ, CPR ഉപകരണങ്ങൾ എന്നിവയും ബഹിരാകാശ യാത്രികരുടെ മെഡിക്കൽ കിറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ISS-ൽ കഴിയുന്നവർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നം നേരിടുകയാണെങ്കിൽ നാസയുടെ മിഷൻ കൺട്രോൾ സെന്ററിൽ നിന്നുള്ള തത്സമയ വീഡിയോ, ഓഡിയോ വഴി ഡോക്ടർമാരുടെ ടെലിമെഡിക്കൽ സഹായവും നൽകും. ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിദഗ്ധ ഡോക്ടർമാർ ഇവർക്ക് നിർദ്ദേശങ്ങളും നൽകും. എന്നാൽ ബഹിരാകാശ യാത്രികന്റെ ആരോഗ്യം വഷളായാൽ, അവിടെ ചികിത്സ സാധ്യമാകാതിരുന്നാൽ അത് പരിഹരിക്കാനുള്ള സംവിധാനവുമുണ്ട്. ബഹിരാകാശ യാത്രികനെ അടിയന്തരമായി ഭൂമിയിലേക്ക് എത്തിക്കുന്നതാണ് അടുത്ത ഘട്ടം. അതിനായി ഒരു സോയൂസ് അല്ലെങ്കിൽ സ്പേസ് എക്സ് ഡ്രാഗൺ ക്യാപ്സ്യൂൾ ISS-ൽ ഡോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 3 മുതൽ 5 മണിക്കൂറിൽ ബഹിരാകാശ യാത്രികനെ ഭൂമിയിലെത്തിക്കും. ഇത് കസാക്കിസ്ഥാനിലാണ് സാധാരണയായി ലാൻഡ് ചെയ്യുന്നത്. അവിടെ നിന്ന് രോഗിയെ ഉടൻ തന്നെ നാസയുടെയോ റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെയോ മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിക്കും. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഒരു ബഹിരാകാശ യാത്രികനെയും ഇത്തരത്തിൽ കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ടായിട്ടില്ല.